എല്ലാം നഷ്ടപ്പെട്ടു. ഉന്നക്കയിലെ ചൂരൽമലയിലെ പാവങ്ങൾക്കായി പോരാടൂ. മരണം വരെയും പോരാടൂ. ജനാധിപത്യ പോരാട്ടത്തെ ഇപ്പോൾ കൽപ്പറ്റ കളക്ട്രേറ്റിൽ UDF-ന്റെയും ദുരന്തബാധിതരായ മനുഷ്യരുടെയും പ്രതിഷേധമാണ് കാണുന്നത്. പോലീസിനെതിരെ പ്രതിഷേധക്കാർ മുദ്രാവാക്യം വിളിക്കുന്നതാണ് കാണുന്നത്. കളക്ട്രേറ്റിലേക്ക് ജീവനക്കാരെ പോലീസിന്റെ സഹായത്തോടെ ഒളിച്ചു കയറ്റി എന്നാണ് ഇപ്പോൾ വയനാട്ടിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്ന UDF പ്രവർത്തകർ പറയുന്നത്. അവരിപ്പോൾ പ്രതിഷേധിച്ച് കളക്ട്രേറ്റിന് പുറത്തേക്ക് എത്തുകയാണ്. കളക്ട്രേറ്റിന്റെ കവാടത്തിൽ അവർ UDF പ്രവർത്തകരെല്ലാവരും സംഘടിച്ചു നിൽക്കുന്നതായി കാണാം. കളക്ട്രേറ്റിലേക്ക് പ്രവർത്തകരെ കടത്തി വിടുന്നില്ല. രണ്ട് കവാടങ്ങളും പ്രതിഷേധക്കാർ ഉപരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കൂടുതൽ ദുരന്തബാധിത മേഖലയിൽ നിന്നുള്ളവർ കൂടി, സ്ത്രീകളും പുരുഷന്മാരും അടക്കമുള്ളവർ അവിടെ എത്തുന്നതും പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. UDF-ന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതരും ഒപ്പം ചേർന്ന് നടത്തുന്ന ഒരു പ്രതിഷേധമാണിപ്പോൾ വയനാട്ടിൽ കളക്ട്രേറ്റിന് മുന്നിൽ നടക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരെ ഒളിച്ചുകയറ്റി എന്നാരോപിച്ചുകൊണ്ടാണ് പോലീസിനെതിരെ അവർ മുദ്രാവാക്യം വിളിക്കുന്നത്. അല്പസമയം മുമ്പ് പോലീസുമായി ഒരു വാക്കുതർക്കമുണ്ടായിരുന്നു. കളക്ട്രേറ്റിൽ സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഈ പുനരധിവാസ പദ്ധതി നടപ്പിലാക്കണം, അവരുടെ വായ്പകൾ എഴുതിത്തള്ളണം, നിലവിൽ 7 സെന്റ് എന്നുള്ളത് 10 സെന്റിലേക്ക് അവരുടെ ഭൂമിയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വയനാട് കളക്ട്രേറ്റിൽ ദുരന്തബാധിതരും UDF പ്രവർത്തകരും ഇപ്പോൾ സംഘടിച്ച് എത്തിയിരിക്കുന്നത്. കളക്ട്രേറ്റ് വളയിൽ സമരമാണ് ഇപ്പോൾ നടക്കുന്നത്. ദീപക്കും സിനോജും നമുക്കൊപ്പം വയനാട് കളക്ട്രേറ്റിൽ നിന്നും തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട്. ഒരിക്കൽ കൂടി ദീപക്കിലേക്ക് പോയാൽ, ദീപക്, ഇപ്പോൾ പ്രതിഷേധക്കാർ സമര കവാടത്തിലേക്ക്, ഈ കളക്ട്രേറ്റിന്റെ കവാടത്തിലേക്ക് എത്തിയിട്ടുണ്ടല്ലേ? കളക്ടറേറ്റിലെ കോമ്പൗണ്ടിന് അകത്ത് കയറി, ഓഫീസിലേക്ക് അകത്ത് കയറിയ ജീവനക്കാരെ തിരഞ്ഞാണ് പ്രതിഷേധക്കാർ തൊട്ടു പിന്നാലെ എത്തിയത്. എന്നാൽ പോലീസ് അവിടെ തടയുകയായിരുന്നു. അവരെയും തടഞ്ഞ് അകത്തു കയറിയ പ്രവർത്തകരെ പിന്നീട് നേതാക്കൾ എത്തിയാണ് ഈ കളക്ടറേറ്റിലെ ഓഫീസിനകത്തു നിന്ന് പുറത്ത് കോമ്പൗണ്ടിലേക്ക് എത്തിയത്. കോമ്പൗണ്ടിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പുറത്തിറങ്ങിയ പ്രവർത്തകർ ഇപ്പോൾ ഈ കവാടത്തിന് മുൻപിൽ മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നേതാക്കന്മാർ ഇടപെട്ട് ഓഫീസിനകത്തേക്ക് കയറരുത് എന്നുള്ള നിർദ്ദേശം പ്രവർത്തകർക്ക് നൽകി. അതിനെ തുടർന്നാണ് പിന്നീട് അവിടെ നിന്ന്, അതായത് കളക്ടറേറ്റ് കോമ്പൗണ്ടിൽ നിന്ന് പുറത്തേക്ക് എത്തി ഇപ്പോൾ കളക്ടറേറ്റ് കോമ്പൗണ്ടിന് മുൻപിൽ, രണ്ടാമത്തെ കവാടത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കുന്നത്. അരുൺ, UDF-ന്റെ പ്രവർത്തകരും ദുരന്തബാധിതരായിട്ടുള്ള മനുഷ്യരും കുറേ ആളുകൾ ഈ കളക്ടറേറ്റിന് മുന്നിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടല്ലേ? ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് കൽപ്പറ്റ കളക്ടറേറ്റിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. വയനാട്ടിൽ UDF-ന്റെ നേതൃത്വത്തിൽ ദുരന്തബാധിതർ ഇപ്പോൾ കളക്ടറേറ്റ് ഉപരോധിക്കുകയാണ്. സമരം തകർക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു എന്നാണ് സമരക്കാർ പറയുന്നത്. ഒളിച്ചു കയറ്റിയിരിക്കുന്നു കളക്ടറേറ്റിലേക്ക് വന്ന ജീവനക്കാരെ എന്നാണ് ഇപ്പോൾ പ്രതിഷേധക്കാർ ആരോപിക്കുന്നത്. പോലീസുകാർക്കെതിരെ തിരിഞ്ഞ് സമരത്തിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് ഇപ്പോൾ UDF പ്രവർത്തകരും ദുരന്തബാധിതരായ മനുഷ്യരും. ദീപക, ഇപ്പോൾ വലിയ ജനപങ്കാളിത്തമാണ് ഈ പ്രതിഷേധത്തിന് ഉണ്ടാവുന്നതെന്ന് അറിയുന്നു. ദുരന്തബാധിതരായ മനുഷ്യരും UDF പ്രവർത്തകർക്കൊപ്പം ഈ സമരത്തിൽ പങ്കാളികളാകുന്നുണ്ടോ? അരുൺകുമാർ, രാവിലെ മുതൽ കോൺഗ്രസിന്റെ പ്രവർത്തകരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൂടുതൽ ആളുകൾ, ചൂരൽമല മുണ്ടക്കൈ പ്രദേശവാസികളായ നിരവധി ദുരന്തബാധിതർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം, നിരവധി ആളുകൾ ഇപ്പോൾ ഇവിടെ കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിക്കുകയാണ്. പോലീസിനെതിരെ ഒരു ഘട്ടത്തിൽ അവർ മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സന്ദർഭമുണ്ടായി. തുടർന്നാണ് ഇപ്പോൾ കൂടുതൽ പ്രവർത്തകർ ഈ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്.